നീർവെപ്പ് ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ ഉരുൾപൊട്ടി. കോട്ടമല ഉന്നതിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഉരുൾപൊട്ടിയത്. അപകട സാധ്യത കണക്കിലെടുത്ത് 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ ഉരുൾപൊട്ടി. കോട്ടമല ഉന്നതിക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉരുൾപൊട്ടിയത്. അപകട സാധ്യത കണക്കിലെടുത്ത് 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജോസഫ്, വെസ്റ്റ് എളേരിയിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? വൃന്ദ, കാസർഗോഡ് അതിശക്തമായ മഴ തുടരുന്നതിനിടെയാണ് മലയോര മേഖലയായ വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ കോട്ടമലയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഉരുൾപൊട്ടിയത്. നിലവിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. 6 കുടുംബങ്ങളെ ഇപ്പോൾ സ്ഥലത്തു നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കോട്ടമല MGM UP സ്കൂളിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. എന്തായാലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഉരുൾപെട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഇതിനോടകം 3 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്യാമ്പുകൾ ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മഴ കനത്ത് പെയ്യുകയാണ്. മാത്രമല്ല മഴയ്ക്കൊപ്പം കാറ്റും മലയോര മേഖലയെ ഭീഷണിയിലാക്കുന്നുണ്ട്. നിരവധി പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പതിച്ചു. കൃഷിഭൂമിയും പലയിടത്തും തകർന്നിട്ടുണ്ട്. വാഴകൃഷിയും അതുപോലെ തന്നെ കവുങ്ങ് കൃഷിയും റബ്ബർ കൃഷിയുമാണ് മലയോരത്ത് ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ നശിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ പറമ്പുകൾക്ക് നാശനഷ്ടം വരുന്ന രീതിയിൽ, ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ കോട്ടമല ഉന്നതിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയിരിക്കുന്നത്. 6 കുടുംബങ്ങളെ ഇവിടുന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൃന്ദ, ജോസഫ്, ഇത് എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പകൽ സമയങ്ങളിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം 6 കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഈ വീടുകൾക്കടക്കം കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നോ? നിലവിൽ ആർക്കെങ്കിലും അപായം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മഴ കനത്ത് പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വൃന്ദ, ഇപ്പോഴും മഴ കനത്ത് പെയ്യുന്ന സാഹചര്യം തന്നെയാണ് മലയോര മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി, ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചു എന്നൊഴികെ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായിട്ടില്ല. ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 6 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഈ കോട്ടമല MGM UP സ്കൂളിലാണ് ഇപ്പോൾ താൽക്കാലികമായി ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അവിടെ 20-ലധികം ആളുകളെ പാർപ്പിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോരത്ത് ശക്തമായ കാറ്റിൽ വിവിധ കൃഷിയിടങ്ങൾ നശിച്ചിരുന്നു എന്ന് വെച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ മലയോര മേഖലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ ഇന്ന് ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ മാത്രമാണ്. 2 ദിവസം മുമ്പ് വെള്ളരിക്കുണ്ടിലും ഇത് സമാന രീതിയിൽ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടിയിരുന്നു. അന്നും ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വൃന്ദ, കാസർഗോഡ് വെസ്റ്റ് എളേരിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കോട്ടമല ഉന്നതിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഉരുൾപൊട്ടിയത്. അപകട സാധ്യത കണക്കിലെടുത്ത് 6 കുടുംബങ്ങളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കൃഷിഭൂമിയിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കണമോ എന്നതിലടക്കം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. കാസർഗോഡ് ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യത്തിലാണ് കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ ഉരുൾപൊട്ടിയത്. കോട്ടമല ഉന്നതിക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉരുൾപൊട്ടിയത്. നിലവിൽ 6 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഒരു സാഹചര്യത്തിൽ ആർക്കും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.